സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം നടക്കുന്ന കാലടി മറ്റൊരു പള്ളിയിലെ വികാരി മഞ്ഞളിയച്ചനെതിരെ പരാതികൾ വ്യാപകമാവുകയാണ്. ഒന്ന് രണ്ട് പരാതികളല്ല, പല പല പരാതികളാണ് ഓരോ ദിവസവും അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സഭാ തർക്കം പോലീസ് കേസായതിന് പിന്നാലെയാണ് പരാതികളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. 2 മാസം മുൻപ് ഇതേ ഇടവകയിലെ 16 വയസ്സുള്ള ഒരു കുട്ടിയെ കഴുത്തിന് പിടിച്ച് ഞെക്കിയ സംഭവം ആരോ കുത്തിപ്പൊക്കി. കുട്ടിയുടെ കഴുത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ് രക്തമൊലിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളും നാട്ടുകാരും പള്ളിയിൽ വന്ന് അച്ഛനുമായി തർക്കമുണ്ടായെന്നാണ് പറയുന്നത്. ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്, അവസാനം ചൈൽഡ് ലൈൻ വഴി പരാതിപ്പെടുമെന്ന് വന്നപ്പോൾ അച്ഛൻ ക്ഷമ പറഞ്ഞത്രേ. അങ്ങനെ ക്ഷമ പറഞ്ഞ് തടിയൂരിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. പോക്സോ കേസിൻ്റെ പരിധിയിൽ വരുമോ എന്നത് സംശയാസ്പദമാണെന്നും കൊച്ചുകുട്ടികളോട് പോലും അനുകമ്പയില്ലാതെ പെരുമാറുന്ന കപട ധ്യാന ഗുരുക്കന്മാരെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരുടെയും വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്ന ഒരു മുന്നറിയിപ്പും സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒത്തിരി ഇത് ഒരെണ്ണം മാത്രം, ഇതുപോലെ ഒരുപാട് പരാതികളും കുറിപ്പുമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെതിരെ. അച്ഛൻ എൻ്റെ നാട്ടിൽ 10 വർഷം മുൻപ് ഒരു സംഘടന നടത്തിയ, ഒരു ആത്മീയ സംഘടന നടത്തിയ മറ്റൊരു സഭയുടെ, കത്തോലിക്ക സഭയുടെ അല്ല, മറ്റൊരു സഭയുടെ ഒരു ആത്മീയ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വന്ന് പ്രസംഗിക്കാൻ വന്നിരുന്നു. ഞാനുമായിട്ട് പരിചയപ്പെട്ടു. എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട്, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാറുണ്ട്, അല്ലാതെ തന്നെ നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അന്ന് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. നല്ല രീതിയിൽ തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അച്ഛനെ എൻ്റെ മനസ്സിൽ ഈ വിഷയം വരുന്നിടം വരെ, കഴിഞ്ഞ ഞായറാഴ്ച ഈ വിഷയം വരുന്നതിന് മുൻപ് വരെയും അച്ഛനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണകളൊക്കെ ഒരു വലിയൊരു ധ്യാനഗുരു, വലിയൊരു ആത്മീയ പണ്ഡിതൻ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന, അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന എനിക്ക് സങ്കല്പങ്ങൾ, ധാരണയൊക്കെ. പക്ഷെ അതെല്ലാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറിപ്പുകളൊക്കെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെയേറെ പ്രയാസവും അതിലുപരി അച്ഛനോടൊരു പുച്ഛവും തോന്നുന്നു. ഞാനും പള്ളിയിലൊക്കെ പോകുന്ന ഒരാളാണ്. എൻ്റെ ഇടവകയിലും വൈദികനും വികാരിയൊക്കെ ഉണ്ട്. അവരൊന്നും ഇതുപോലെയൊന്നും ഇടപെടുന്നവരല്ല. വളരെ സത്യം പറഞ്ഞാൽ ഈ മഞ്ഞളി അച്ഛനോടുള്ള എല്ലാ ബഹുമാനവും എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തുറന്നു പറയാനുള്ളത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ, മറ്റൊരു പള്ളി വികാരിക്ക് മഞ്ഞളി അച്ഛന് അടികൊണ്ടെങ്കിൽ, വിശ്വാസികളുടെ അടികൊണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും. അതിന് വെറുതെ ഒരു കുർബാന തർക്കം മാത്രമായി കരുതണ്ട. ഏത് ധ്യാനഗുരുവും ധ്യാനിപ്പിക്കുമ്പോൾ സഭയോട് ചേർന്നെന്ന് വേണം ധ്യാനിപ്പിക്കാനും സഭാ നിയമങ്ങൾ പഠിപ്പിക്കുവാനും ഒക്കെ. വിശ്വാസികളെയല്ലേ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ മാതൃകയായിരിക്കണം. വിദ്യാർത്ഥികളുടെ മുന്നിൽ അദ്ദേഹം മാതൃകയായി ജീവിച്ചെങ്കിൽ, മാതൃകാ പുരുഷനായി ജീവിച്ചെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളുടെ ഇടയിൽ അദ്ദേഹവും മാതൃകയാവൂ, വിദ്യാർത്ഥികൾ ബഹുമാനിക്കൂ. അല്ലാതെ സഭയെ ധിക്കരിച്ച് അനുസരണയില്ലാതെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന നില വരുമ്പോഴാണ് വിശ്വാസികൾ പ്രതികരിക്കുന്നത്. അളമുട്ടിയാൽ ചേരയും കടിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. സഭയെയും സഭാ നിയമങ്ങളെയും മാർപ്പാപ്പയെയും ഒക്കെ ധിക്കരിച്ച് സഭാ നേതൃത്വത്തെ അംഗീകരിച്ച കുർബാന ചൊല്ലാതെ, സിനഡ് അംഗീകരിച്ച് സഭ അംഗീകരിച്ച വിശുദ്ധ കുർബാന നടത്താതെ ഈ ധ്യാനഗുരു സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് പാപമല്ലേ എന്ന്. സഭയെയും സഭാപിതാക്കന്മാരെയും അനുസരിക്കാത്ത അച്ഛൻ എങ്ങനെ വിശ്വാസികളെ ധ്യാനിപ്പിക്കും? അത് ഒരിക്കലും അത് ശരിയാവുമോ? ആ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. അല്ലാതെ സഭയെ ധിക്കരിച്ച് അനുസരണയില്ലാതെ
എന്ത് തോന്നിയാസവും കാണിക്കുമ്പോൾ വിശ്വാസികൾ പ്രതികരിച്ചു പോവും. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ മഞ്ഞളി അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത്ഭുതം തോന്നി അച്ഛൻ്റെ. അത് അച്ഛൻ ഇവരുമായിട്ട് തർക്കിക്കുന്നതൊക്കെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പുച്ഛമാണ് അച്ഛനോട് തോന്നിയത്. എങ്ങനെ വിശ്വാസികൾ അനുസരിക്കണമെന്ന് ഇദ്ദേഹത്തിന് പറയാൻ പറ്റും? എന്ത് ധ്യാന ഉപദേശമാണ് തന്നെ സമീപിക്കുന്ന വിശ്വാസികൾക്ക് ഇദ്ദേഹം നൽകുന്നത്? ഇതും പണത്തിനും ലൗകിക സുഖത്തിനും വേണ്ടിയൊക്കെ നടത്തുന്ന തരംതാണ വിശ്വാസ ചൂഷണമല്ലാതെ മറ്റെന്ത് പറയാം? അങ്ങനെയല്ല പറയാൻ പറ്റും. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശരിയായ ദൈവവിളിയിലൂടെ പുരോഹിതരോ സന്യസ്തരോ ആയിട്ടുള്ള ആർക്കും സഭയെയും സഭാ അധികാരികളെയും ധിക്കരിക്കാൻ പറ്റില്ല. സഭയുടെ കുർബാന അർപ്പിക്കാൻ മടി കാണിക്കുന്ന ഓരോ പുരോഹിതരും ദൈവവിളി ഉണ്ടായിട്ട് വന്നവരല്ലെന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ധ്യാനഗുരുവായ മഞ്ഞളി അച്ഛൻ ഇനി ധ്യാനിപ്പിക്കാൻ പോകരുത്. ഇതിനൊരു തീരുമാനമായിട്ടേ പോകാവൂ. അങ്ങയുടെ കപടമുഖം എല്ലാവരും തിരിച്ചറിഞ്ഞു. അങ്ങ് ഒരു കാര്യം ചിന്തിക്കണം, അങ്ങയുടെ പറച്ചിലും പ്രവൃത്തിയും ഒന്നാണോ എന്ന്. ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് അത് അങ്ങേക്ക് പറയാമോ? അങ്ങയുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അങ്ങിപ്പോൾ അറിയില്ല. അറിയുമ്പോഴേക്കും താഴെ വീണിരിക്കും. അതുകൊണ്ട് അച്ഛന് ഇനി സമയമുണ്ട് ഒരു പുനർചിന്തനം നടത്താൻ.